ഹായ് ഫ്രണ്ട്സ്, അംബ്രല്ല കുർത്തി കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ആദ്യത്തെ പാർട്ട് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം കാണണേ. ലൈനിങ്ങിൻ്റെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് ഓപ്പൺ സൈഡ് ആയിട്ടാണ് ഉള്ളത്, രണ്ട് സൈഡും ഓപ്പൺ സൈഡ് ആയിട്ടാണ് ഉള്ളത്. ആദ്യം നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 47 ഇഞ്ചാണ്. അതായത് കുർത്തിയുടെ ഫുള്ള് ലെങ്ത്ത് 47 ഇഞ്ചാണ്. അത് യോക്ക് ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ച്. അത് ഓൾറെഡി നമ്മളെടുത്ത് കട്ട് ചെയ്ത് യോക്ക് പാർട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. 47 മൈനസ് 14 ഇഞ്ചാണ്. അതായത് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്താൽ കിട്ടും 34.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അതായത് മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത്താണത്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ഈ 34ൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത്ത് കിട്ടും. ഇവിടെ 32.5 ഇഞ്ചാണ്. ഇനി നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ സ്കേർട്ടും അതുപോലെ തന്നെ യോക്കും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് മെയിൻ ക്ലോത്തിൻ്റെ റേഡിയസ് വേസ്റ്റ് ഡിവൈഡഡ് ബൈ 6.28. അതൊരു ഫോർമുലയാണ്. നമ്മുടെ വേസ്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് 6.28 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 33 ആണ് വേസ്റ്റ്. 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5.25 ആണ് മെയിൻ ക്ലോത്തിൻ്റെ റേഡിയസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ലൈനിങ് തുണിയുടെ റേഡിയസ് എത്രയാണെന്ന് നോക്കണം. അത് വേസ്റ്റ് ഡിവൈഡ് ബൈ 3.14 ആണ്. അതും ഒരു ഫോർമുലയാണ്. നമുക്കത് 10.5 കിട്ടുന്നുണ്ട്. അത് മെയിൻ ക്ലോത്ത് നമ്മൾ ഫുൾ സർക്കിൾ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്ത് നമ്മൾ ഹാഫ് സർക്കിൾ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്കും കൂടി പറഞ്ഞു പോവാം. നെക്ക് ഡിസ്റ്റൻസ് വരുന്നത് 3.5 ആണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.5, ബാക്ക് നെക്ക് ലെങ്ത്ത് 5. അപ്പോൾ അത്രയുള്ള മെഷർമെൻറ്റ്സ് ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം ഇതാ മുകളിൽ നിന്നും കറക്റ്റ് കോർണറിൽ നിന്നും 10.5 ഇഞ്ച് എടുക്കുക. കോർണറിൽ നിന്നും റൗണ്ട് ആയിട്ട് 10.5 ഇഞ്ചിൽ ഓരോ ഡോട്ട് ഇട്ടിട്ട് ഡോട്ട്സ് ജോയിൻ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ കോർണറിൽ നിന്ന് തന്നെ നമുക്ക് പിന്നെ വേണ്ടത് ആ 10.5 ഇഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് 32 ഇഞ്ചിലൊരു റൗണ്ടാണ്, സർക്കിൾ പോലെയാണ് നമുക്ക് വേണ്ടത്. ഹാഫ് സർക്കിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 10.5യുടെ കൂടെ 32യും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 43 കിട്ടും. അപ്പം ഏറ്റവും മുകളിലത്തെ കോർണറിൽ നിന്നും 43 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയാൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ആദ്യം 10.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആദ്യം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ 10.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടുന്ന് നേരെ താഴേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് കിട്ടുമ്പോൾ ഈ കോർണറിൽ നിന്ന് തന്നെ താഴേക്ക് അടയാളപ്പെടുത്തുന്നതാണ് എളുപ്പം. അത് കിട്ടാനായിട്ട് ഈ അളവ് 32.5യും അതിൻ്റെ കൂടെ ഇവിടുന്ന് ഈ അളവ് 10.5 രണ്ടും കൂടി ആഡ് ചെയ്താൽ 43 കിട്ടും. ഈ കോർണറിൽ നിന്നും 43 താഴേക്ക് എടുത്തിട്ട് സർക്കിൾ റൗണ്ട് ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. അങ്ങനെ എടുത്താൽ മതിയാകും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതാ ഈ പോർഷനും അങ്ങനെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ലൈനിങ്ങിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ലൈനിങ് നമ്മൾ ഹാഫ് സർക്കിൾ ആയിട്ടാണ് ചെയ്തത്, മെയിൻ ക്ലോത്ത് ഫുൾ സർക്കിൾ ആയിട്ടാണ് ചെയ്തത്. നമ്മുടെ മെയിൻ ക്ലോത്ത് ഇവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഈ കോർണറിലാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ ഈ സൈഡ് ക്ലോസ്ഡ് സൈഡാണ്, ഈ സൈഡ് 4ഉം ഓപ്പൺ സൈഡാണ്. 4 പീസും ഇതിൻ്റെ ഓപ്പൺ സൈഡായിട്ടാണ് വരുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കോർണറിൽ നിന്നും 5.2 നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5.2 ഫുൾ എടുത്തിട്ട് സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ലൈനിങ്ങിൽ വരച്ച പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ താഴോട്ട് 34.5 എടുത്തിട്ട് നമ്മളൊരു സർക്കിള് വരച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ആദ്യം 5.2 കട്ട് ചെയ്ത് മാറ്റി, പിന്നെ ഇതാ 34.5 ഇഞ്ചും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ കട്ടിങ്, മെയിൻ ക്ലോത്തിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ കട്ടിങ്.
സ്ലീവ്സ് കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിൽ കട്ട് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കാണാത്തവർ കാണണം. അതേ സെയിം സ്ലീവ്സ് ഞാൻ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തതിന് ബാക്കി ക്ലോത്തിൽ വെച്ചിട്ട് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. നെക്ക് ക്യാൻവാസിലല്ല ലൈനിങ്ങിലാണ് വരച്ചെടുത്തത്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ മെയിൻ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. മെയിൻ ക്ലോത്തിന്റെ മുകളിൽ നമ്മൾ ലൈനിങ് വെച്ചിരിക്കുകയാണ്. മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്താണ് ലൈനിങ് വെച്ചിട്ടുള്ളത്, മോൾ വശമാണ് നല്ല വശം. അതിനുശേഷം സെന്റർ പാർട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വെച്ചിട്ട് 2 പിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഈ വരച്ചെടുത്തോട് തന്നെ കറക്റ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് ഓൾറെഡി നമ്മൾ കുറച്ച് എക്സ്ട്രാ ആണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് മോളിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കും. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിൻ ചെയ്തിട്ട് ആദ്യം ഇങ്ങനെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ സ്റ്റിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നെക്കിന് പൈപ്പിംഗ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. അര ഇഞ്ച് ആദ്യം മടക്കി അയൺ ചെയ്തു, പിന്നെ സെൻറ്ററിൽ കൂടെ മടക്കി അയൺ ചെയ്തു. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ സൈഡിൽ കൂടെ ഇതിങ്ങനെ സെൻറ്റർ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ലൈനിങ് ആയിട്ട് വരും. ലൈനിങ് അല്ല, പൈപ്പിംഗ് പോലെ വരും. ബാക്ക് സൈഡും അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ഇത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ലൈനിങ് മെയിൻ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നല്ല വശവും കറക്റ്റായിട്ട് നമുക്കിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. നല്ല വശവും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ബാക്ക് സൈഡിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ ഈ 2 പോയിന്റ് നെക്കിന്റെ ബാക്കിന്റെ ഫ്രണ്ടിന്റെ സൈഡ് ഒന്നിച്ച് വെച്ചിട്ട് ഈ ബാക്ക് സൈഡിലുള്ള നമ്മൾ അറ്റാച്ച് ചെയ്യാത്ത ഈ ലൈനിങ് നേരെ ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവരാം. കവർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് അങ്ങ് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചെടുത്ത് ഓപ്പൺ ചെയ്തെടുക്കാം. നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബാക്ക് സൈഡിന്റെ ലൈനിങ് നേരത്തെ ഫ്രണ്ടിൽ പിടിപ്പിച്ചപ്പോൾ നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഇവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് ഫുള്ള് ബാക്കും ഫ്രണ്ടും ഒക്കെ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി സ്ലീവ്സ് ആണ് പിടിപ്പിക്കേണ്ടത്. സ്ലീവ്സ് ലൈനിങ് ഇവിടെ അറ്റാച്ച് ചെയ്ത് മറിച്ചടിച്ചിട്ട് ഫുൾ ലൈനിങ്ങുമായിട്ട് മെയിൻ ക്ലോത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും ഇങ്ങനെ വെച്ചിട്ട് സ്ലീവ്സ് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് കുഴിച്ചെടുത്തിരിക്കുന്ന ഫ്രണ്ട് സൈഡിൽ തന്നെ അറ്റാച്ച് ചെയ്യണം. അത് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, തെറ്റിപ്പോവരുത്. ഇവിടെ സ്ലീവ്സ് 2ഉം ജോയിൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. സ്കേർട്ട് പാർട്ടിന്റെ മെയിൻ ക്ലോത്ത് ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. ഇത് ലൈനിങ് ക്ലോത്ത് ആണ്. അപ്പൊ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ഈ ഭാഗത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ 2ഉം കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ യോക്ക് പാർട്ട് ഞാൻ സൈഡ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഷേപ്പ് ചെയ്യുന്നത് പോലെ ഇവിടെ നമ്മൾ എത്ര തയ്യൽ തുമ്പ് വിട്ടാൽ തയ്യൽ തുമ്പ് 2 സൈഡിലും എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കൈയും ഷേപ്പ് ചെയ്തിട്ട് ഫുൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഒരു 1/4 ഭാഗത്തും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ബാക്കി ഓപ്പൺ ആയിട്ട് കിടക്കുവാണ് 2 സ്ഥലത്തും. നമുക്കിത് ഇതിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. ഇങ്ങനെ എടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്കിതിങ്ങനെ അറ്റാച്ച് ചെയ്യാം.
ഇവിടെ രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് സ്കേർട്ട് പാർട്ട് യോക്കിനോട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാല് സൈഡ് ഇങ്ങനെ അടിക്കുകയാണ് വേണ്ടത്. ഇതാ നമ്മള് സൈഡ് ഇവിടെ വരെ ജോയിൻ ആയി ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി ഫ്രീ ആയിട്ട് വിട്ടേക്കുമായിരുന്നു. അപ്പൊ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി ഫുള്ളായിട്ട് അങ്ങ് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ നമ്മള് ഈ 4 പീസും, അതായത് ലൈനിങ്ങിന്റെ 2 പീസ്, സ്കേർട്ട് പാർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ വരെ യോക്ക് പാർട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്യുക. യോക്ക് പാർട്ടിൽ വരുമ്പോ ഈ സ്റ്റിച്ചിങ് കാണുന്നില്ലേ, ഏകദേശം ഇവിടം വരെ നമ്മള് 2 ലൈനിങ്ങും അതുപോലെ തന്നെ 2 മെയിൻ ക്ലോത്തും ഒന്നിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇവിടം വരെ. അതിനുശേഷം അവിടെ കെട്ടിട്ട് ഇറങ്ങണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത് കണ്ടോ, ലൈനിങ്ങിന്റെ ക്ലോത്ത് മാത്രം നമ്മൾ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാം. ലൈനിങ്ങിന്റെ തുണി മാത്രം എടുക്കുക, മെയിൻ ക്ലോത്ത് കൂട്ടാതെ ലൈനിങ് മാത്രം ഇങ്ങനെ ജോയിൻ ചെയ്യാം. അതിനുശേഷം കണ്ടോ, ആ പോയിന്റിൽ നിന്നും മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ജോയിൻ ചെയ്യുക. ആ പോയിന്റ് വരെ ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. ലൈനിങ് ക്ലോത്ത് ഒന്നിച്ച് രണ്ടും കൂടി പിടിച്ചിട്ട് ഈ ഒരു പോയിന്റിന്റെ കുറച്ച് മുകളിൽ നിന്ന് ഒന്നിച്ച് പിടിച്ചിട്ട് അങ്ങ് അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ആ ഒരു പോയിന്റിന് കുറച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് താഴേക്ക് 1 ഇഞ്ച് വീതിയിൽ അങ്ങ് അടിച്ചെടുക്കാം. അങ്ങനെ തന്നെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡാണ് ജോയിൻ ചെയ്യേണ്ടത്. എൻഡ് ലൈനിങ്ങിന്റെയും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു, അപ്പം അതാണ് ഇനി ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ലൈനിങ് 2 മടക്ക് മടക്കി അടിച്ചെടുക്കാം. വേണേൽ നമുക്ക് ഇന്റർലോക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇത് അംബ്രല്ല കട്ട് പോലെ വളഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ 2 മടക്ക് മടക്കി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം 1 മടക്ക് മടക്കുക, എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം 1 മടക്കും കൂടെ മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടുന്നതായിരിക്കും.